ഫ്രാൻസിലെ മില്ലാവ് വ്യാഡക്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പാലത്തിന്റെ പദവി നിലനിർത്തുന്നു. അതിൽ നടക്കുന്നത് മേഘങ്ങളിൽ വഴുതുന്ന പോലെ അനുഭവപ്പെടുന്നു. പക്ഷേ അത്തരം ഉയരത്തിലുള്ള പാലം നിർമ്മിക്കുന്നത് നിർമ്മാണ കമ്പനിക്ക് എളുപ്പമായിരുന്നില്ല. അവർ താഴ്വരയിൽ നിന്ന് 1125 അടി ഉയരത്തിലുള്ള സുന്ദരമായ തൂണുകളിൽ ഒരു റോഡ് നിർമ്മിക്കേണ്ടി വന്നു. കൂടുതൽ ബുദ്ധിമുട്ടാക്കാൻ പദ്ധതി വൈകുന്ന ഓരോ ദിവസത്തിനും കമ്പനിക്ക് $30,000 പിഴ ചുമത്തപ്പെട്ടു. അവസാനമായി എഞ്ചിനീയർമാർ ഈ ആകാശത്തേക്കുയർന്ന മാസ്റ്റർപീസ് എങ്ങനെ പൂർത്തിയാക്കി? ഇന്നത്തെ വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പാലം നിർമ്മിക്കുമ്പോൾ എഞ്ചിനീയർമാർ നേരിട്ട അത്യന്തം വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മില്ലാവ് വ്യാഡക്ട് പാലം 2001 ഒക്ടോബർ 16 ഈ അത്ഭുതകരമായ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. എഞ്ചിനീയർമാരും നിർമ്മാണ കമ്പനിയും തുടക്കത്തിൽ ആവേശത്തോടെ നിറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടല്ല, അവർ 1125 അടി ഉയരമുള്ള ഐഫൽ ടവറിനേക്കാൾ 45 അടി ഉയരമുള്ള പാലം നിർമ്മിക്കാൻ പോകുകയായിരുന്നു. അത്രയും വലുത് നിർമ്മിക്കുന്നത് ഏത് കമ്പനിക്കും രാജ്യത്തിനും വലിയ അഭിമാനമായിരിക്കും. ഗതാഗതം മെച്ചപ്പെടുത്തുകയും പ്രാദേശിക വിനോദസഞ്ചാരത്തിന് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചത്. 4 വർഷത്തെ കഠിനാധ്വാനത്തിനു ശേഷം 2004 ഡിസംബർ 16 പാലം പൊതുജനങ്ങൾക്ക് തുറന്നു. അത് കടക്കുന്നത് അത്രയും അത്ഭുതകരമാണെങ്കിലും നിർമ്മാണ സമയത്ത് എഞ്ചിനീയർമാർ നേരിട്ട വെല്ലുവിളികൾ അതിലും അതിശയകരമായിരുന്നു. ഈ പാലം നിർമ്മിക്കാൻ ആകെ ചെലവ് €394 മില്യൺ ആയിരുന്നു. അത് ശാന്തവും സൗകര്യപ്രദവുമായ സ്ഥലത്ത് നിർമ്മിച്ചിട്ടില്ല. അതിൽ മണ്ണിടിച്ചിലും ശക്തമായ കാറ്റുകളും ബാധിച്ച പർവ്വതങ്ങളും വനങ്ങളും കടന്നുപോകുന്നു. എങ്കിലും ഗതാഗതം കുറയ്ക്കുന്നതിനായി ഫ്രാൻസിലെ മില്ലോ പട്ടണത്തിൽ ഈ പാലം നിർമ്മിക്കുന്നത് അനിവാര്യമായിരുന്നു. അവധി സീസണിൽ സ്പെയിനിൽ നിന്ന് ഫ്രാൻസിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വൻതോതിൽ വർദ്ധിക്കുന്നു. അവസാനം ഈ 2 രാജ്യങ്ങളും ഒരു പൊതുവായ അതിർത്തി പങ്കിടുന്നു. അതുകയാണ്ട് ഭൂരിഭാഗം വിനോദസഞ്ചാരികളും റോഡ് വഴി യാത്ര ചെയ്യുന്നുവെങ്കിൽ മില്ലോ ഗതാഗതത്തിൽ ശ്വാസം മുട്ടുന്നു. ഈ പട്ടണം ഒരു താഴ്വരയുടെ നടുവിൽ ഉയർന്ന മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ടൂറിസ്റ്റ് ഗതാഗതം കുറയ്ക്കാൻ ഫ്രഞ്ച് സർക്കാർ പാരീസും സ്പെയിനും തമ്മിൽ നേരിട്ടുള്ള ഹൈവേ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തിൽ ഹൈവേ പദ്ധതി സുതാര്യമായി നടന്നു. പക്ഷേ അത് മില്ലോവിലെത്തിയപ്പോൾ കാര്യങ്ങൾ സങ്കീർണമായി തുടങ്ങി. അതാണ് കാരണം ഈ പട്ടണം പൂർണ്ണമായും കുത്തനെയുള്ള മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അത് വഴി നേരിട്ട് ഒരു പാത നിർമ്മിക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടായി. നഗരമേയും വനവും കടക്കാൻ ഒരു പാലം നിർമ്മിക്കേണ്ടി വന്നു. അത് മില്ലോ മലകളുടെ ഉയരത്തിന് തുല്യമായിരിക്കണം. പദ്ധതി 1980കളിൽ ആരംഭിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ഉയരം കൂടിയ നിർമ്മാണം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. മിക്ക കമ്പനികളും ഇടിച്ചിൽ സംഭവിക്കാനും മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുള്ള പ്രദേശത്ത് പാലം നിർമ്മിക്കുന്നത് വളരെ അപകടകരമാണെന്ന് കരുതി. അതിനു പുറമെ അത്തരത്തിലുള്ള ഉയരമുള്ള പാലം ഇടിഞ്ഞു വീഴാനുള്ള ഗുരുതരമായ അപകടസാധ്യത ഉണ്ടായിരുന്നു. ഫലമായി നിർമ്മാണം പല വർഷങ്ങളോളം നിർത്തിവെച്ചു. പക്ഷേ ഫ്രാൻസിൽ ഗതാഗതം പരിധി കവിയാൻ തുടങ്ങിയപ്പോൾ 2000കളുടെ തുടക്കത്തിൽ ഫ്രഞ്ച് സർക്കാർ ധൈര്യമായൊരു തീരുമാനം എടുത്തു. അവർ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും കരാർ നേടിയ നിർമ്മാണ കമ്പനി 3 പ്രധാന വെല്ലുവിളികൾ നേരിട്ടു. ആദ്യം അവർ പാറമലകളുടെ ഇടയിൽ ഉയരം കൂടിയ പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കേണ്ടി വന്നു. രണ്ടാമതായി അവർ ആ തൂണുകൾക്ക് മുകളിൽ 36,000 ടൺ ഭാരമുള്ള 4 പാതകളുള്ള ഹൈവേ സ്ഥാപിക്കേണ്ടി വന്നു. മൂന്നാമതായി പാലത്തിന്റെ ഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അവർ അതിനു മുകളിൽ സ്റ്റീൽ വളവ് സ്ഥാപിക്കേണ്ടി വന്നു. 2 വർഷത്തെ കഠിനാധ്വാനത്തിനു ശേഷം പാലത്തിന്റെ രൂപകൽപ്പന ഒടുവിൽ പൂർത്തിയായി. പദ്ധതി പ്രകാരം 7 ഉയരം കൂടിയ തൂണുകൾ നിലത്തേക്ക് പണിയാനായിരുന്നു. അതിൽ രണ്ടാമത്തേത് എല്ലാറ്റിലും ഏറ്റവും ഉയരം കൂടിയതാണ്. ആ പേപ്പർ ഡിസൈൻ യഥാർത്ഥ നിലനിൽക്കുന്ന ഘടനയാക്കി മാറ്റുന്നത് ഒരു ഗുരുതരമായ വെല്ലുവിളിയായിരുന്നു. ഏറ്റവും വലിയ സമ്മർദ്ദം സമയപരിധിയിൽ നിന്നാണ് ഉണ്ടായത്. കാരണം എഞ്ചിനീയറിംഗ് ടീം പാലം വെറും 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു. അവർ അത് ചെയ്യാത്ത പക്ഷം പദ്ധതി വൈകുന്ന ഓരോ ദിവസത്തിനും $30,000 പിഴ ചുമത്തും. നിർമ്മാണം തുടങ്ങിയപ്പോൾ ഭൂവിജ്ഞാനികൾ ഒരു നടുക്കിക്കുന്ന കണ്ടെത്തൽ നടത്തി. പർവ്വതത്തിന്റെ അടിത്തറയിൽ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന വിള്ളലുകൾ. അത്രമാത്രമല്ല, വിവിധ വലുപ്പത്തിലുള്ള നിരവധി ഗുഹകളുണ്ടായിരുന്നു. അവ ബാക്ടീരിയയുടെ ആവാസ കേന്ദ്രമായിരുന്നു. അടിത്തറ പദ്ധതി പ്രകാരം മുന്നേറുകയാണെങ്കിൽ ആ വിള്ളലുകൾ മുഴുവൻ ഘടനയ്ക്കും ഗുരുതരമായ കേടുപാടുകൾ വരുത്തും. പക്ഷേ അന്നേക്ക് നിർമ്മാണം ഇതിനകം ആരംഭിച്ചിരുന്നു. അതിനാൽ മുന്നറിയിപ്പുകൾ അധികവും അവഗണിക്കപ്പെട്ടു. ആദ്യ പാലത്തിന്റെ തൂണ് പൂർത്തിയാക്കിയ ഉടൻ ഒരു വൻ നിലംതെറ്റൽ സൈറ്റിനെ ബാധിച്ചു. ആദ്യ തൂണിന്റെ മുഴുവൻ അടിത്തറയും കല്ലിന്റെ പാളികളുടെ കീഴിൽ അടിഞ്ഞു. ഭാഗ്യവശാൽ നാശനഷ്ടം വളരെ ഗുരുതരമായിരുന്നില്ല. അതിനാൽ തൂണ് നിർമ്മാണം മുന്നേറി.
സംഘം 7 തൂണുകളും നിർമ്മിക്കാൻ വിസ്മയകരമായ 2 ദശലക്ഷം ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ചു. ഇത് സാധ്യമാക്കാൻ അവർ ഓരോ ദിവസവും പുതിയ കോൺക്രീറ്റ് നിർമ്മിക്കാൻ നിർമ്മാണ സ്ഥലത്ത് തന്നെ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. അതുമാത്രമല്ല, തൂണുകളുടെ ആകൃതിയും രൂപകൽപ്പനയും വലിയ തലവേദനയായി. തൂണുകൾ അടിത്തറയിൽ വിശാലമായിരുന്നുവെങ്കിലും മുകളിൽ അത്യന്തം സങ്കീർണമായിരുന്നു. അവ വളരെ മൃദുവും നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായതായി തെളിഞ്ഞു. കൃത്യത എല്ലാം ആയിരുന്നു. അവർക്ക് തൂണുകൾ കൃത്യമായ സ്ഥാനത്ത് സ്ഥാപിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവയുടെ സ്ഥാനം നിയന്ത്രിക്കാൻ GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചത്. 2003 നവംബർ മാസത്തോടെ കമ്പനി 7 തൂണുകളും ഉദ്ദേശിച്ച ഉയരത്തിൽ വിജയകരമായി ഉയർത്തി. പക്ഷേ സമയം വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇപ്പോഴും മുകളിൽ 4-പാത ഹൈവേ സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. എത്രയോ ഉയരമുള്ള സ്ഥലത്തേക്ക് ആ വലിയ റോഡ് ഭാഗങ്ങളെ എങ്ങനെ ഉയർത്തുമെന്നറിയുകയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അന്ന് 1125 അടി ഉയരത്തിലേക്ക് 5000 ടൺ റോഡ് ഭാഗങ്ങളെ ഉയർത്താൻ കഴിയുന്ന ഒരു ക്രെയിനും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ മോശമാക്കാൻ ശക്തമായ കാറ്റ് അവയെ കൃത്യമായി വയ്ക്കുന്നത് അസാധ്യമാക്കി. കൂടാതെ ഫ്രഞ്ച് സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദത്തിലായിരുന്നു നിർമ്മാണ കമ്പനി. ആ റോഡ് ഭാഗങ്ങളുടെ ഭാരം ഏകദേശം 36,000 ടൺ ആയിരുന്നുവെന്ന് പറയുന്നു. പ്രത്യേക ഉപകരണമില്ലാതെ അവയെ 1125 അടി ഉയരത്തിലേക്ക് കൊണ്ടുപോകുക, അത് ഏകദേശം അസാധ്യമാണ്. കൂടാതെ മറക്കരുത്, മരണകരമായ അപകടങ്ങൾ, ജീവൻ നഷ്ടപ്പെടൽ, സാമ്പത്തിക ദുരന്തം എന്നിവയുടെ ഭീഷണി എപ്പോഴും നിലനിന്നിരുന്നു. അതിനാലാണ് പാലം പൂർത്തിയാക്കുന്നത് കമ്പനിക്ക് അത്യന്തം ബുദ്ധിമുട്ടായത്. അതിനാൽ കോൺക്രീറ്റ് റോഡ് ഭാഗങ്ങൾക്കു പകരം അവർ സ്റ്റീൽ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതിനെ യാഥാർത്ഥ്യമാക്കാൻ ഒരു ഫ്രഞ്ച് കമ്പനിയെ ഉൾപ്പെടുത്തി. അന്ന് കമ്പനി ഓരോ സ്റ്റീൽ ഭാഗവും അത്യന്തം കൃത്യതയോടെ നിർമ്മിച്ചു. അവർക്ക് വലിപ്പത്തിൽ അല്പം പോലും പിഴവ് അനുവദിക്കാനാകില്ല. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി ആ വൻ സ്റ്റീൽ ഭാഗങ്ങൾ ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അതെ, ഓരോ ഭാഗവും 90 ടണ്ണിലധികം ഭാരമുണ്ടായിരുന്നു. മില്ലാവിലേക്കുള്ള റോഡ് മുഴുവൻ വളഞ്ഞും സിക്സാഗായും ആയിരുന്നു. അതിനാൽ ഗതാഗത സഹായത്തിനായി കമ്പനി പോലീസിനെ വിളിക്കേണ്ടി വന്നു. പോലീസ് ഓരോ ഘട്ടത്തിലും വൻ ട്രക്കുകളെ നയിക്കുകയും പിന്തുടരുകയും ചെയ്തു. അങ്ങനെയാണ് ഭാഗങ്ങൾ സുരക്ഷിതമായി നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചത്. ഇപ്പോൾ ചോദ്യം, ആ വൻ തൂണുകൾക്കിടയിൽ സ്റ്റീൽ ഭാഗം എങ്ങനെ സ്ഥാപിക്കും? ഓരോ തൂണും ഏകദേശം 342 മീറ്റർ അകലെയായിരുന്നു. ആദ്യത്തിൽ അവർ ഒരു തൂണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭാഗം നീക്കാൻ വിചാരിച്ചു. പക്ഷേ ഉടൻ എഞ്ചിനീയർമാർ മനസ്സിലാക്കി, ഇടയിൽ വളരെ അധികം ഇടം ഉണ്ടായിരുന്നു. അധിക പിന്തുണ ഇല്ലാതെ ഭാഗം ഇടയ്ക്കിടെ ഇടിഞ്ഞു പോകാം. കൂടാതെ അത് അത്രയും ഭാരമായിരുന്നു, അത് തൂണുകളുടെ നേർത്ത മുകളിൽ കേടുവരുത്തും. ഓർമ്മിക്കുക, തൂണുകൾ അടിത്തറയിൽ വിശാലമായിരുന്നുവെങ്കിലും മുകളിൽ വളരെ നേർത്തവയായിരുന്നു. തൂണുകളുടെ മുകളിൽ റോഡിന്റെ ഭാഗങ്ങൾ വയ്ക്കാൻ എഞ്ചിനീയർമാർ പുതിയ രീതിയുമായി മുന്നോട്ട് വന്നു. അവർ കോൺക്രീറ്റ് തൂണുകൾക്കിടയിൽ താൽക്കാലിക സ്റ്റീൽ തൂണുകൾ സ്ഥാപിച്ചു, റോഡിന്റെ ഭാരം കൈകാര്യം ചെയ്യാൻ. പിന്നീട് റോഡ് ഭാഗങ്ങളെ മുന്നോട്ട് തള്ളുകയും കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്യാൻ ഹൈഡ്രയാളിക് റാം സംവിധാനം ചേർത്തു. നിർമ്മാണ സംഘങ്ങൾ പർവ്വതത്തിന്റെ ഇരുവശത്തും വിന്യസിച്ചിരിക്കുന്നു. ആദ്യമായി അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഈ പരീക്ഷണം നടക്കുന്നത് കണ്ടു. ഇത് നിർണായക ഘട്ടമായിരുന്നു. പാലം തകർന്നു പോകുകയോ അല്ലെങ്കിൽ റോഡ് ഒടുവിൽ സ്ഥാനം ഉറപ്പിക്കുകയോ ചെയ്യും. ടീമിന്റെ കഠിനാധ്വാനത്തിന് നന്ദി. വെറും 2 ദിവസത്തിനുള്ളിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ച് ആദ്യ റോഡ് വിഭാഗം തൂണിൽ സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചു. കമ്പനിയും എഞ്ചിനീയർമാരും തൊഴിലാളികളും എല്ലാവരും വലിയൊരു ആശ്വാസനിശ്വാസം വീശി. കാരണം പരീക്ഷണം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുമോ എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഈ ഘട്ടത്തിൽ ടീം കാലാവസ്ഥയും അടുത്തുനിന്ന് നിരീക്ഷിച്ചു. അവസാനം ഉയർന്ന മലകൾക്കിടയിലെ ശക്തമായ കാറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം നശിപ്പിക്കും. അതിനാൽ ടീം ആഴ്ചയിൽ ആകാശം തെളിഞ്ഞും കാറ്റിന്റെ പ്രവചനം സുരക്ഷിതവുമായ 3 ദിവസങ്ങൾ തിരഞ്ഞെടുത്തു. കമ്പനി ആ 3 അനുയോജ്യമായ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ റോഡ് ഭാഗങ്ങൾ തൂണുകളിൽ വെച്ചു. മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും അവർ ഹൈഡ്രോളിക് സിസ്റ്റം അടുത്ത തൂണുകളുമായി പൊരുത്തപ്പെടുത്തുന്നതിനായി പുനഃസ്ഥാപിച്ചു. മാസങ്ങളോളം കൃത്യവും ബുദ്ധിമുട്ടേറിയതുമായ അധ്വാനത്തിനു ശേഷം പാലത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിജയകരമായി സ്ഥാപിച്ചു. പക്ഷേ അവസാന ഭാഗം നദിക്ക് മുകളിലൂടെ പോകേണ്ടി വന്നു. അത് തികച്ചും പരിപൂർണമായിരിക്കണം. ഇവിടെ ചെറിയൊരു പിശക് മുഴുവൻ പാലം നിർമ്മാണം പുനരാരംഭിക്കേണ്ടിവരുമെന്നർത്ഥം. എന്നാൽ എഞ്ചിനീയറിംഗ് ടീം അത്രയും കൃത്യതയോടെ അത് നടപ്പിലാക്കി. അവസാന ഭാഗം പൂർണ്ണമായി പൊരുത്തപ്പെട്ടു. ഈ പ്രത്യേക അവസരത്തിൽ ഫ്രാൻസ് പ്രസിഡന്റ് വ്യക്തിപരമായി നിർമ്മാണ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പാലത്തിന്റെ അവസാന ഭാഗം ബന്ധിപ്പിക്കുമ്പോൾ അദ്ദേഹം ആഘോഷിക്കാൻ ഷാമ്പെയിൻ ഒരു കുപ്പി തുറന്നു. മുഴുവൻ ആഘോഷവും ഫ്രഞ്ച് വാർത്താ ചാനലുകളിൽ തത്സമയം പ്രക്ഷേപിച്ചു. അങ്ങനെ 4 വർഷത്തെ കടുത്ത ശ്രമങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം പൂർത്തിയായി. പാത ചേർന്നതിനു ശേഷവും സ്റ്റീൽ കേബിളുകൾ സ്ഥാപിക്കാനും
കോൺക്രീറ്റ് ഉപരിതലം നിർമ്മിക്കാനും ചെറിയ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനും ടീമിന് 6 മാസം കൂടി എടുത്തു. ഒടുവിൽ ഡിസംബർ 16, 2004 പാലം ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു. ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് നന്ദി. ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള യാത്ര മുൻപ് ഉണ്ടായതിനേക്കാൾ വേഗത്തിലും സൗകര്യപ്രദവുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആസ്വദിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നതെന്ന് അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. ഇങ്ങനെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി.